ഇന്ന് നമ്മുടെ സനോജ് ആശാൻ ജിപ്സം ബോർഡിൽ ഒരു ലാമിനേഷൻ ഷീറ്റിൻ്റെ ഫീൽഡിലുള്ള കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ സാമ്പിൾ നമ്മൾ മുന്നേ ചെയ്തു കൊടുത്തപ്പോൾ അവരത് ചെയ്യാൻ പറഞ്ഞതാണ്. 2 റൂമിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. പിന്നെ സാധാരണ ജിപ്സം ബോർഡിൽ നമുക്ക് ഈ ലാമിനേഷൻ ഷീറ്റ് ഒട്ടിക്കാനൊക്കെ പറ്റും. അത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീട്ടുകാർ അങ്ങനെ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇതിൽ ചെയ്യേണ്ടി വന്നത്. ഇതിന് നമ്മൾ എമൽഷനാണ് ബേസായിട്ട് അടിച്ചിരിക്കുന്നത്. കാരണം ജിപ്സം ബോർഡിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും എമൽഷൻ പെയിൻറ്റ് കളറോ അല്ലെങ്കിൽ വൈറ്റോ അതെടുത്ത് അടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ലാമിനേഷൻ ഷീറ്റിനകത്ത് വരുന്ന കളർ അടിച്ചിട്ട് അതിന് മുകളിൽ വരുന്ന ആ ഒരു ചെറിയ രീതിയിലുള്ള ഡിസൈൻസ് അതിവിടെ ചെറിയ രീതിയിൽ വരച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ഭാഗം കൂടെ വരച്ച് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ 2 റൂമിലുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളിപ്പോൾ ഒരു വുഡിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു വിനീർ ഡിസൈനൊക്കെ വരയ്ക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് വരച്ച് തീർക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം വെറുതെ ഒരു 4-5 ബ്രഷ് എടുത്തോ അല്ലെങ്കിൽ 2-5 ബ്രഷ് എടുത്തോ ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിനീറോ തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ ഇതങ്ങനെ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. ഇതിന് കുറച്ച് ആ ഒരു ഷീറ്റിനോട് കളർ മാച്ചാവും വേണം. പിന്നെ അതിലുള്ളതുപോലെയുള്ള ചെറിയ ഡിസൈനുകൾ ഇതിൽ വരികയും വേണം. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ.